ഹലോ ചങ്ങായിമാർ, എന്തൊക്കെയാണ് എല്ലാവർക്കും സുഖം തന്നെയല്ലേ? അപ്പം നമ്മൾ ഇന്ന് വീടിൻ്റെ സ്റ്റെപ്പിൻ്റെ വർക്കിലാണ്. ഇവിടെ അടിക്കുന്ന സ്റ്റെപ്പ് നമ്മൾ റാമ്പ് സ്റ്റെപ്പാണ് അടിക്കുന്നത്. ചെയിൻ സ്റ്റെപ്പല്ല അടിക്കുന്നത്, റാമ്പ് സ്റ്റെപ്പാണ് നമ്മളിവിടെ അടിക്കുന്നത്. അപ്പോൾ നമ്മൾ സാധാ അടിക്കുന്ന സമയത്ത് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ആദ്യം അളവും കാര്യങ്ങളൊക്കെ നോക്കണം. ഇപ്പം നമ്മൾ ആദ്യം നോക്കുന്നത് ഇതിൻ്റെ ഹൈറ്റാണ് നമ്മൾ നോക്കുന്നത്. ഇത് 2.10 നമുക്ക് ഹൈറ്റ് വരുന്നുണ്ട്. 2.10 ഹൈറ്റ് വരുന്നത് നമ്മൾ കോൺക്രീറ്റ് കാരണം 4 ഇഞ്ചും, അപ്പോൾ 2.20 അത് നമ്മൾ മൊബൈൽ എടുത്തിട്ട് എന്ത് ചെയ്യുക, അതിനെ നമ്മൾ കണക്കൂട്ടി ഡിവൈഡ് ചെയ്ത് നോക്കുക എത്ര വരുന്നുള്ളത്. നമുക്ക് ഏകദേശം 18 അടിച്ച് നോക്കിയാൽ ഏകദേശം നമ്മൾ റെഡിയാവും. 18 × 12 അടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഏകദേശം എന്താവും, ഇതിൻ്റെ കറക്റ്റ് കിട്ടും. 2.16 നമുക്ക് 2.20 അല്ലേ. അത് നമ്മൾ എന്ത് ചെയ്യാം, ഒരു സ്റ്റെപ്പ് അടിയിൽ വരുന്ന സ്റ്റെപ്പ് ഹൈറ്റ് കൂട്ടുക, 8 ഇഞ്ച് ആക്കുക. ഇത് ഫുള്ള് നമുക്ക് ഹൈറ്റ് 7 ഇഞ്ചാണ് വരുന്നത്, 7 ഇഞ്ച് 18 വരുന്നത്. അപ്പോൾ അടിയിൽ വരുന്ന സ്റ്റെപ്പ് നമ്മൾ എന്ത് ചെയ്യുക, ഹൈറ്റ് കൂട്ടുക. എന്നാൽ നമ്മൾ ഫ്ലോറൊക്കെ ഇട്ട് വരുമ്പോൾ ടൈലൊക്കെ ഇട്ട് ഒട്ടിച്ച് വരുമ്പോൾ എല്ലാം ഇത് റെഡി ആയി വരും. ഓക്കെ, അത് നമ്മൾ കഴിഞ്ഞ് ഇതപ്പോൾ ലാൻഡിങ് അടിച്ച് കഴിഞ്ഞിട്ട് അളവൊക്കെ നോക്കി ലാൻഡിങ് അടിച്ച് കഴിഞ്ഞ് ഇതിപ്പോൾ നമ്മൾ ലാൻഡിങ് നമുക്ക് 1 മീറ്റർ നമ്മൾ ലാൻഡിങ് കിട്ടും. അവിടെ 1 മീറ്റർ കഴിഞ്ഞിട്ട് നമ്മൾ 2.75 വെക്കണം. 2.75 വെച്ച് നമ്മൾ അവിടെ നിന്ന് അടിച്ച് തുടങ്ങണം. അവിടെ നമ്മൾ അടിച്ച് തുടങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കറക്റ്റായിരിക്കും. നമ്മളിത് പൊളിക്കേണ്ടി വരില്ല. ആദ്യമേ ഇങ്ങനെ അളവ് വെച്ച് നോക്കി പോയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇത് സ്റ്റെപ്പ് പൊളിക്കേണ്ടി വരില്ല, നമുക്ക് കറക്റ്റായിട്ട് കിട്ടും. ഓക്കെ, അത് മാർക്ക് കറക്റ്റിന് അടിച്ച് പോകുന്ന ഷീറ്റും കാര്യങ്ങളും പലയൊക്കെ വെച്ച് അതിൻ്റെ മുകളിൽ നിരത്തി കൊണ്ട് നിൽക്കുകയാണ്. അപ്പം നമ്മൾ എന്താ ചെയ്യുക, കറക്റ്റ് നമ്മൾ അളവിൽ തന്നെ അടിച്ച് പോകണം. അല്ലെങ്കിൽ പിന്നെ നമ്മൾ ലാസ്റ്റ് പിന്നെ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടാവില്ല, നമ്മൾ ആകെ കൺഫ്യൂഷനായി പോകും. അപ്പോൾ ആദ്യം തന്നെ കറക്റ്റ് നമ്മൾ കണക്കും കാര്യങ്ങളും കൂട്ടി എത്ര സ്റ്റെപ്പാണ്, എത്ര ഡിവൈഡ് ചെയ്യണം എന്നൊക്കെ കണക്കൂട്ടിയിട്ടേ വരാവും. ഓക്കെ, ഇത് നമ്മൾ 26 സ്റ്റെപ്പിൻ്റെ വീതി വരിക. ഇതിപ്പോൾ നമ്മൾ ഫുള്ള് സ്റ്റെപ്പ് അടിച്ച് ഇതിൻ്റെ സൈഡ് വെച്ച് ഇനി നമുക്കിത് മാർക്ക് ചെയ്യണം. ഇത് മാർക്ക് ചെയ്യുന്നതാ നമ്മൾ ഒരു സ്റ്റെപ്പിൻ്റെ വീതി നമുക്കിതാ ഏകദേശം 32ൻ്റെ തോതാണ് കട്ട് ചെയ്ത്. ഇതിങ്ങനെ ചെരിച്ച് പിടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 32 ഉണ്ടാവും. ഇത് 32. ഇത് ചുമരിൻ്റെ അടുത്ത് വേറെ എവിടെയെങ്കിലും കൊണ്ടുപോയി നമ്മൾ സ്റ്റെപ്പ് വരയ്ക്കുക. സ്റ്റെപ്പ് വരച്ചിട്ട് അതിൻ്റെ ക്രോസിലുള്ള ഒരു ഈർക്കിൾ കട്ട് ചെയ്ത് ഇങ്ങോട്ട് അതിനോട് മാർക്ക് ചെയ്ത് പോയി. ഇതിപ്പോൾ കറക്റ്റായി, ഒരു ടെൻഷനും ഇല്ല. ഇതിപ്പോൾ ഫുള്ള് റെഡിയായി. ഇനി ഒന്നും നോക്കട്ടെ. അപ്പം ഇതാ കമ്പി കെട്ടാണ്. കമ്പി ഇത് കെട്ടണം 10ൻ്റെ കമ്പി ആട്ടോ. ആദ്യം ഇത് ക്രാങ്ക് ചെയ്യണ്ടേ. ഇപ്പം ക്രാങ്കിനോട് വലിയ കാര്യമില്ല എന്നുള്ളത് മനസ്സിലായതുകൊണ്ട് എന്താണ് ഫുള്ള് 10ൻ്റെ കമ്പി. മെയിൻ റോഡ് ഇതാ 10 കൊടുത്തത്. ഈ കുറച്ച് നമ്മൾ കമ്പി അടുപ്പിച്ച് കെട്ടിയത് 7 ഇഞ്ച് ഗ്യാപ്പിലാണ് നമ്മളിത് കെട്ടിയത്. അതിൻ്റെ ക്രോസ് റാഡ് നമ്മൾ വിട്ടത് 8 mm ആണ് കേട്ടോ. ഇത് മെയിൻ കൊടുത്തത് 10 mm, ക്രോസ് കൊടുത്തത് 8 mm ആണ്. നമ്മൾ പണിയൊക്കെ കഴിഞ്ഞ് ഇനി പല അടിക്കുമ്പോൾ സമയത്ത് അത് കറക്റ്റ് സ്ട്രീറ്റ് ലെവലൊക്കെ വെച്ച് കറക്റ്റ് നമ്മൾ 26 അതിൻ്റെ ഇത് വരുന്നത് കേട്ടോ. വീതി 26, നീളം 1 മീറ്ററുമാണ് വരുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, അത് കറക്റ്റ് ഓരോന്ന് സ്പീറ്റ് ലെവൽ, വിലങ്ങിന് സ്പീറ്റിൽ വെക്കണം, തൂക്കിന് സ്പീറ്റിൽ വെക്കണം, എല്ലാം സ്പീറ്റിൽ വെച്ച് കറക്റ്റാക്കി തന്നെ നമ്മളത് അടിക്കണം. സ്റ്റെപ്പിൻ്റെ പണി ആണെങ്കിൽ അത് കറക്റ്റായിരിക്കണം, അല്ലെങ്കിൽ പിന്നെ ടൈൽസും കാര്യങ്ങളും വലിയ പ്രയാസമായിട്ട് വരും. ഓക്കെ, നമ്മൾ ഫുള്ള് പണിയും കാര്യങ്ങളും ഫുള്ള് സ്റ്റെപ്പും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നമ്മൾ ഫുള്ള് ഇത് കഴിഞ്ഞ് സൺസൈഡ് ഫുള്ള് കമ്പിയൊക്കെ കെട്ടിപ്പോൾ നമ്മൾ ഈ സ്റ്റെപ്പിൻ്റെ വിഷയം എന്താ ചോദിച്ചിട്ടുണ്ടെങ്കിൽ, ഈ ചെയിൻ സ്റ്റെപ്പ് വീടിന് കാണാൻ ഭംഗി ചെയിൻ സ്റ്റെപ്പാണ്. പക്ഷേ അത് കാഴ്ചയുള്ള ഭാഗത്ത് നമ്മൾ കൊടുത്തിട്ട് കാര്യമുള്ളൂ. കാഴ്ചയില്ലാത്ത ഭാഗത്ത് നമ്മൾ ചെയിൻ സ്റ്റെപ്പ് അടിച്ചിട്ട് കാര്യമില്ല. കാരണം ചെയിൻ സ്റ്റെപ്പിന് അതിന് റൈറ്റുകൾ കൂടും. കമ്പി മെറ്റീരിയൽസ് കമ്പിയൊക്കെ ഒരു ഏകദേശം 1.5 കെട്ട് 12 സ്റ്റെപ്പ് അടിക്കുക, 1.5 കെട്ട് കമ്പിയോളം വരും. പക്ഷേ പ്ലെയിൻ ആകുമ്പോൾ പ്ലെയിൻ സ്റ്റെപ്പിന് അതിൻ്റെ ആവശ്യം വരുന്നില്ല. പ്ലെയിൻ സ്റ്റെപ്പിന് ഏകദേശം 1 കെട്ട് കമ്പി കൊണ്ട് എല്ലാ പരിപാടിയും തീരും. ഓക്കെ, അതാണ് അതിൻ്റെ മാറ്റം. പിന്നെ പണികളും പണിക്കൂലും എല്ലാം കുറയും, പണികൾ സുഖമാണ്. ഇതിപ്പോൾ നമ്മളിതാ പോർച്ചിൻ്റെ ഏരിയ കേട്ടോ. ഈ പോർച്ചിൻ്റെ ഏരിയ ചെറിയൊരു മുകളിൽ നമ്മൾ ഗ്ലാസ്സിലാണുള്ള സെറ്റപ്പ് അത് ഉണ്ടാക്കിയത്. ഇതാ 4 സൈഡിലും ഗർഭ വെച്ച് കണ്ട് ഗ്ലാസ് ഇട്ടാൽ ഓക്കെ. ബോസ്, വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം.